സ്പീക്കർ എന്തുകൊണ്ടാണ് സഭയിൽ ഇപ്പോൾ സഭ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് പല കാലങ്ങളിൽ സാക്ഷ്യം വഹിച്ചതാണ്, ആ സമരം ഒരു കോപ്രായമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാനുള്ള കാരണം എന്താണ് പി കെ ഗോപൻ? ശ്രീ ഹാഷ്മി, നമ്മളിത് കുറേ കാലമായി ചർച്ച ചെയ്യുന്നതാണല്ലോ ഈ വിഷയം. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്? പൊതുസമൂഹം ആലോചിക്കേണ്ടതും പലവട്ടം ചിന്തിക്കേണ്ടതുമായ കാര്യമാണ്. ഇന്ന് കേരള അസംബ്ലിയിൽ എന്തായിരിക്കണമായിരുന്നു ചർച്ച? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ സംസ്ഥാനത്തെ പൂർണ്ണമായും തഴഞ്ഞു. ഇങ്ങനെ ഒരു നാട് ഇന്ത്യ രാജ്യത്തില്ല എന്ന തോന്നൽ സൃഷ്ടിക്കാൻ അവർ പരിശ്രമിക്കുന്നു. ഇനി അതല്ല, അതിനോട് അവർക്ക് താല്പര്യമാണ്. കേന്ദ്ര സർക്കാർ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നത് അവർക്കുള്ളിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇനി ശബരിമല വിഷയം തന്നെയാണെങ്കിൽ അവർക്ക് അടിയന്തര പ്രമേയം നോട്ടീസ് കൊടുക്കാം, ശബരിമല വിഷയം ചർച്ച ചെയ്യാം. അതിൻ്റെ കമ്പ് കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് കേരളത്തിലെ മുഴുവൻ ആളുകളും കേൾക്കുന്നതാണല്ലോ. നിങ്ങളുടെ ഉൾപ്പെടെ ചാനലുകൾ വളരെ കൃത്യമായി അസംബ്ലി നടപടികൾ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ ഈ അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷം പറയുന്നതിൽ കഴമ്പുണ്ടോ, കാമ്പുണ്ടോ? പ്രതിപക്ഷം തെളിവുകൾ നിരത്തി അത് സമർത്ഥിക്കാനുള്ള അവരുടെ അവസരമാണ് അവർ ഇല്ലാതാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവർ പറയുന്നതിൽ കഴമ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ബഹുമാന്യ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ നടക്കുന്ന അവർ രൂപീകരിച്ച ഒരു SIT, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ആ ടീം വളരെ ശക്തമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മറ്റൊരു സാധാരണ കേസ് പോലെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇത് തെളിവുകൾ, തൊണ്ടി സാധനങ്ങൾ ശാസ്ത്രീയമായി കൂട്ടിയോജിപ്പിക്കൽ, പ്രതികൾ തമ്മിലുള്ള ബന്ധം വെളിവാക്കൽ, സൂക്ഷ്മതലത്തിൽ ഓരോ ഇഞ്ചും ലിങ്ക് ചെയ്യിച്ചു കൊണ്ടുപോകൽ, ഇങ്ങനെ ഒരുപാട് കടമ്പകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ആ ജോലിയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമേ ഇത് കുറ്റപത്രം സമർപ്പിച്ച് ഇത് നടപടികളിലേക്ക് പോകാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ പ്രതികൾ ഒരുപാട് ക്രിമിനൽ സ്വഭാവമുള്ളവരും വലിയ സാമ്പത്തിക സ്വാധീനമുള്ളവരും വലിയ തരത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശേഷിയുള്ളവരുമാണ്. അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇവിടുന്നൊക്കെ കടത്താൻ അവർക്ക് പറ്റിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലുള്ള ആളുകളെ നിസ്സാരമായി ഊരിപ്പോകത്തക്കവണ്ണം കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് പഴുതുപയോഗിച്ച് രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് കേരളീയ സമൂഹത്തിന്റെ മുഴുവൻ ആവശ്യമാണ്. ഈ ശബരിമല ക്ഷേത്രക്കുള്ള സമാനതകളില്ലാത്തൊരു വിശ്വാസി അങ്ങേറ്റം വേദന ആഴത്തിൽ മുറിവേൽപ്പിച്ച് അധമപ്പണിയാണെന്ന് ആർക്കും തർക്കമില്ല. അത് നടന്ന LDFന്റെ ഭരണകാലത്താണ്. അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് LDFന്റെ കാലത്തെ ഭരണസമിതിയാണ്. രണ്ടാമതും കൊള്ളയ്ക്കുള്ള നീക്കം ഉണ്ടായോ എന്ന് കോടതിക്ക് സംശയമുണ്ടായ പോറ്റിപ്പരവതാനി നീക്കം നടന്നത് LDFന്റെ ഭരണകാലത്ത് തന്നെയാണ്. അതിന് നേതൃത്വം നൽകിയത് PS പ്രശാന്താണ്, LDF നോമിനി. അകത്ത് കിടക്കുന്നത് CPMന്റെ മുൻ MLA അടക്കം നേതാക്കളാണ്. എല്ലാം SIT, എല്ലാം ഹൈക്കോടതി ബെഞ്ച് എന്ന് പറഞ്ഞൊഴിവാകൽ ഏറ്റവും ചുരുങ്ങിയത് ധാർമ്മികമായെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെന്നാണോ പി കെ ഗോപൻ? ഇത് ഒന്ന് ശ്രീ ഹാഷ്മിയുടെ നിരീക്ഷണം തന്നെ തെറ്റാണ്. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ 2019 ഊന്നാൻ പരിശ്രമിക്കുന്നത്? നിങ്ങളും പ്രതിപക്ഷം 2019 എന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോടതിയിലുള്ള കേസിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിലുള്ള കാര്യങ്ങൾ സാറേ 2019 മാത്രമല്ല, 2019 മുമ്പുള്ള ഒരു സംഭവത്തിലല്ലയോ തന്ത്രി അറസ്റ്റിലായേ? അതോ 2019 ശേഷമുള്ള സംഭവത്തിലാണോ തന്ത്രി അറസ്റ്റിലായേ? തന്ത്രി അറസ്റ്റിലാവുന്നതും തന്ത്രിയെ സംബന്ധിച്ച് ഉയർന്നു വന്ന ആരോപണം എന്നത്തെ തന്ത്രിയെ സംബന്ധിച്ച് ആരോപണം 2010 തന്ത്രി അറസ്റ്റിലാവുന്ന സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ്. പക്ഷേ ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം കേട്ടാട്ടെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ സെൻസ് മനസ്സിലാക്കുക. 2019 മുമ്പുള്ള ഒരു സംഭവമാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന ഇഷ്യൂ ആയിട്ട് സമൂഹത്തിന്റെ മുമ്പിലുള്ള. അല്ല സാർ, പി കെ ഗോപൻ തന്ത്രി അറസ്റ്റിലാവുന്ന 2019 പത്മകുമാറിന്റെ അധ്യക്ഷതയിലുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയും ബന്ധപ്പെട്ടാണ് തന്ത്രി അറസ്റ്റിലാവുന്നത്. വാജിവാഹനമുണ്ട്, പക്ഷെ അത് ആരോപണ അറസ്റ്റിലായത് ഏത് കേസിൽ? ആ കേസ് തന്നെ. അല്ല, വാജിവാഹന ആരോപണമാണെന്ന് പറയുമ്പോൾ അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ തെളിവ് സഹിതം SITക്ക് കോടതിയിൽ കൊടുക്കേണ്ട പൂർവ്വകാല അന്വേഷണം വേണ്ടി വരുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ 2019 നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാടില്ല എന്ന് മാസങ്ങളായിട്ട് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നതാണ്. അത്
ശരിയാണെന്ന് തെളിയിക്കുന്ന കാര്യമാണ് വാജിവാഹനത്തിൻ്റെ പ്രശ്നം വന്നത്. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് കടന്നു വന്നത് എല്ലാവരും ആവർത്തിച്ച് ആ സമയത്തെല്ലാം പറഞ്ഞുറപ്പിക്കാൻ പരിശ്രമിച്ചത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഒരു സ്വാധീനം ഉണ്ടായി. പതുക്കെ പറഞ്ഞു വന്ന് അവസാനം എവിടെ എത്തി? അയാൾ 2004 ശബരിമലയിൽ കയറുന്നതെന്നും അന്ന് കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നെന്നും അന്ന് ശ്രീ KC വേണുഗോപാലായിരുന്നു മന്ത്രി എന്നുമുള്ള കഥകൾ വന്നു. അതിനുശേഷം 2007 അദ്ദേഹത്തെ അവിടെ ഒരു ശമ്പളക്കാരനായിട്ട് നിയമിക്കുന്നു. ആ ശമ്പളം ദേവസ്വം ബോർഡല്ല കൊടുത്തത്, അവിടെ തന്ത്രിയാണ് അദ്ദേഹത്തെ ശമ്പളക്കാരനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം തന്ത്രിക്ക് അതിന് അധികാരം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനാണ് അദ്ദേഹത്തെ മുഖ്യ ശാന്തിക്കാരൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ UDFൻ്റെ, അതുപോലെ UDFൻ്റെ മന്ത്രിമാർ, അവരുടെ സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഒരു കോൺഗ്രസിന്റെ ദേശീയ താങ്കൾ ഈ പറഞ്ഞ ഒരു കാര്യവും കേസിന്റെ പർവ്യൂവിൽ വരുന്ന അല്ലെന്ന് താങ്കൾക്ക് നന്നായി അറിയാം. ഇപ്പൊ അത് അങ്ങ് രാഷ്ട്രീയ പ്രതിരോധത്തിൽ പറഞ്ഞത്. അപ്പൊ അങ്ങനോട് ചോദിക്കും 2019 എന്തുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആധികാരികമായി ഹൈക്കോടതിയിലുള്ള കേസ് 2019 2019 നടന്ന മാരകമായ ക്ഷേത്രക്കൊള്ളയെ പറ്റിയാണ് അന്വേഷണം നടക്കുന്നതും SIT അന്വേഷിക്കുന്നതും ആ കേസാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് അത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും. ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രീ ഹാഷ്മിക്ക് പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അസ്വസ്ഥത. ഹൈക്കോടതിയുള്ള കേസ് ഏതാണ്? ഞാൻ പറയട്ടെ ഹൈക്കോടതിയുള്ള കേസ് ഞാൻ സമ്മതിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നതിലേക്ക് അങ്ങ് ശ്രദ്ധിക്കൂ, ദയവായിട്ട് ശ്രദ്ധിക്കൂ. പ്രതിപക്ഷ അസംബ്ലി കാണിക്കുന്ന പോലെ നമ്മൾ ഇവിടെ എടുക്കണ്ടല്ലോ. ഇത് വസ്തുതകൾ പരിശോധിക്കലാണല്ലോ. മറ്റേത് അസംബ്ലിയിൽ കാണിക്കുന്ന പെർഫോമൻസിൻ്റെ അല്ലല്ലോ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താ? ഈ 2019 ശേഷമുള്ള അങ്ങ് പറയുന്ന കാര്യമുണ്ട്. ആ കാര്യത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചത് കേരള സർക്കാരാണോ കേരള ഹൈക്കോടതിയാണോ? കേരള ഹൈക്കോടതി. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്ന എവിടെയാണ്? ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിലാണോ ഹൈക്കോടതിയുടെ മുമ്പിലാണോ? ഹൈക്കോടതിയുടെ മുമ്പിൽ. സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പിലാണോ റിപ്പോർട്ട് കൊടുക്കുന്ന? ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിലാണോ? ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ. ആ ഡിവിഷൻ ബെഞ്ച് SITയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കമൻസ് എന്താ? ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞ ഏറ്റവും മനോഹരമായ അവരുടെ കമൻസ് അവർക്ക് ഏറ്റവും തൃപ്തികരമാണ് ഈ അന്വേഷണത്തിൽ. ആളുകളെ ആഡ് ചെയ്യുന്ന ചോദിക്കുകയാണെങ്കിൽ അറിവില്ലെങ്കിൽ ഞാൻ പറയുന്നത് 2019 കേസാണ് ഹൈക്കോടതിയിലുള്ളത്. ആ കേസിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് SITയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നത്. അറിവില്ലായ്മയുടെ പ്രശ്നം ഇരിക്കട്ടെ. കാശ്മി എന്റെ അറിവില്ലായ്മയുടെ പ്രശ്നം അവിടെ ഇരിക്കട്ടെ. അല്ല ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ പറഞ്ഞത് ഈ 2019 ശേഷമുള്ള ഈ കേസിൽ ഹൈക്കോടതി പൂർണ്ണമായി സംതൃപ്തി രേഖപ്പെടുത്തിയൊരു കേസിൽ സംസ്ഥാന ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുന്നു പറഞ്ഞാൽ അതിൻ്റെ മലയാളം ഹൈക്കോടതി സംസ്ഥാന ഗവൺമെൻറ് കീഴടങ്ങി പ്രവർത്തിക്കുന്നു എന്നല്ലേ? ഈ ചോദ്യത്തിന് ആര് ഉത്തരം പറയും? അതാണ് പ്രസക്തമായ പ്രശ്നം. അതുകൊണ്ട് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലെ അന്വേഷണ ഏജൻസിയെ വിശ്വാസത്തിലെടുക്കുക, അതിനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാതിരിക്കുക, അതിനാവശ്യമായ തെളിവ് ഉണ്ടെങ്കിൽ തെളിവ് കൊടുക്കുക. അല്ലാതെ പരസ്യമായി പൊതുയോഗത്തിൽ പ്രസംഗിക്കുക, അസംബ്ലി ബഹളം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.